ഇപ്പോൾ ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞു. എന്താണ് പുതിയ വിശേഷം? വേറെ വിശേഷം ഇടിയൻ ചന്തു എന്നൊരു സിനിമയാണ്. ശ്രീജിത്ത് വിജയനാണ് ഡയറക്ടർ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനാവുന്ന പടമാണ്. ഒരു +2 സ്റ്റുഡൻസിൻ്റെ കഥ പറയുന്നൊരു സിനിമയാണ്. കുറേ നാളുകൾക്ക് ശേഷം പീറ്റർ ഹെയ്ൻ എന്ന ഫൈറ്റ് കൊറിയോഗ്രാഫർ കൊറിയോഗ്രാഫി നിർവഹിച്ചൊരു പടമാണ്. അപ്പോൾ അതിലൊരു സ്കൂൾ ടീച്ചറിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടറാണ്. കുറേ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളൊരു ഫൈറ്റ് സീക്വൻസും ഒക്കെ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻസ് ആണ് ഇപ്പോൾ ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ജൂലൈ 19 അതിൻ്റെ ഉദ്ഘാടനം. സോറി, ഇപ്പൊ തലയിൽ മൊത്തം ഉദ്ഘാടനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജൂലൈ 19 അതിന്റെ റിലീസ്. ഈ ഫൈറ്റ് ഒക്കെ അല്ലേ കൂടുതലും? ചേച്ചിയുടെ ഒരു ഫൈറ്റ് ഉണ്ടോ സിനിമയില്? ഓ, വെയിറ്റ് ആൻഡ് സീ, വെയിറ്റ് ആൻഡ് വാച്ച്. ഈ ദീപ്തി IPS നാലോ കൂടുതൽ അറിയപ്പെട്ടേക്കുന്നത്. അതിൽ കൂടുതൽ ഐഡി കൊള്ളുമായിരുന്നു ചെയ്തത് ഇടിയൻ ചന്തുവില്. എന്റെ അവസാനം കൊടുക്കുന്നുണ്ട്. നമ്മുടെ പിള്ളേരൊക്കെ ഇറങ്ങി പറഞ്ഞ കഥയായിപ്പോ, അതുകൊണ്ട് ഇടി കിട്ടുന്നോണ്ട് കൊടുക്കുന്നുണ്ട്. മാസാണ്. ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്ന കാര്യം എന്തായിരിക്കാം അഭിനയിച്ചപ്പോൾ ഉണ്ടായ ഒരു കാര്യം? കോളേജ് സ്റ്റുഡൻസിന്റെ സ്കൂൾ സ്റ്റുഡൻസിന്റെ കൂടെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും നമ്മള് പീറ്റർ ഹെയ്ൻ എന്നുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു സെലിബ്രിറ്റി ഇമേജ് ഉണ്ടല്ലോ, അതായത് ഇന്ത്യൻ ടൂ ഒക്കെ ഇപ്പം അദ്ദേഹത്തിൻ്റെതായ റിലീസ് വരുന്നുണ്ട്. അപ്പം അതുപോലൊരു എന്താ പറയുക, വേൾഡ് മുഴുവൻ അറിയുന്ന ഒരു ആളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് സ്റ്റൈലും അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് സ്റ്റൈലും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഇടിയെന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക സ്ത്രീ കഥാപാത്രങ്ങൾ അങ്ങനെ കൂടുതലും ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോ ഇതിലെങ്ങനെയാണ്? അങ്ങനത്തെ ഫൈറ്റ്സ് ഒന്നുമില്ല, വളരെ നോർമൽ ആയിട്ടുള്ള ചില ഫൈറ്റ് സീക്വൻസുകളാണ്. ഇത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്താണെന്നുള്ളത്. ഈ കടയുടെ വിശേഷങ്ങളൊന്ന് നേരിട്ട് ഇങ്ങനെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതാണ്. അങ്ങനെ ഭയങ്കര പ്ലാൻ ചെയ്ത് ഈ അടുത്ത വർഷം ഒരു ബിസിനസ് തുടങ്ങണമെന്നൊന്നും വിചാരിച്ച് തുടങ്ങിയതല്ല. ഒരിക്കലും ഒരു ബിസിനസ് വുമൺ ആവുമെന്ന്, സംരംഭകയാകുമെന്ന് തീരെ ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു തോട്ട് പോലും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് സംഭവിച്ചതാണ്. ഈ നെയിൽ ആർട്ട് ഭയങ്കര ഇഷ്ടമാണ്, അത് കാണാനും പഠിക്കാനും ഒക്കെ. അപ്പോൾ അതിൽ നിന്നാണ് ഒരു തോട്ട് വന്നത്. കാരണം ഇവിടെ ചേർത്തലയിൽ നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും കൊച്ചിയിൽ പോയി ചെയ്യണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു എണ്ണം തുടങ്ങാം. ആളുകളിലേക്ക് അത് പഠിക്കുന്ന കോസ്റ്റൊക്കെ ഭയങ്കര കൂടുതൽ, കുറച്ച് റീസണബിൾ റേറ്റിനൊക്കെ ആൾക്കാരെ പഠിപ്പിക്കാം. അങ്ങനെയുള്ള ചില തോട്ടിൽ നിന്ന് ഉണ്ടായതാണ്, കുറച്ച് നാളത്തെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് നെയിലാർട്ട്. ഈ അടുത്ത കാലത്തായിട്ട് ഈ നടിമാരെല്ലാം തന്നെ സംരംഭകരായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത തന്നെ നമിത പ്രമോദ് ഇതേപോലെ തന്നെ ഒരു സംരംഭകയായി. അപ്പോ ഇനി വരുന്ന ഒരു ഇപ്പൊ സ്ത്രീകളോടായാലും എല്ലാവരോടായാലും എന്താണ് പറയാനുള്ളത്? ഒരു സംരംഭകയായിരിക്കും, സംരംഭകരുണ്ടാവണല്ലോ. എന്താ പറയാ, ഒരു നാടിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് തന്നെ ബിസിനസ് റിലേറ്റഡ് അല്ലേ. അപ്പോൾ അതിലേക്ക് കൂടുതൽ സ്ത്രീകൾ വരാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്നുള്ളതാണ്. അപ്പോൾ വലിയതും ചെറുതുമായിട്ടുള്ള എന്ത് സംരംഭമാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ ഏറ്റവും വലിയൊരു എയിം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിയാണ്. എല്ലാവർക്കും ചിലപ്പം ഒരു 9 to 5 ജോബൊന്നും ചിലർക്ക് പറ്റില്ല. അപ്പം ഇന്നിപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് വീട്ടിലിരുന്നും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഓൺലൈൻ ബിസിനസ്സുകൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ സ്ത്രീകളെന്നല്ല, കൂടുതൽ ആളുകൾ ബിസിനസ്സിലേക്ക് വരണം. പ്രത്യേകിച്ചും വനിതാ സംരംഭകർ കൂടുതൽ വരണം. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ഞാനും ഒരു സോഷ്യൽ ഓൺട്രപ്രണർ എന്നുള്ളൊരു സ്റ്റേറ്റസിലേക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണിത്. കൂടുതൽ സ്ത്രീകളെ ഫോക്കസ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ചും ഹോം മേക്കേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഒരു ടീച്ചിങ് അക്കാദമിയൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ നടിയാണ്, സംരംഭകയാണ്, ഇനി ഏതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് കൊടുക്കുക എന്ന് ചോദിച്ചാൽ? നടി എന്ന് പറയുന്നത് അതിനകത്ത് ആ അഭിനയിക്കുന്ന ആ മൊമെന്റിൽ ആണ് നമ്മുടെ ഫുൾ ശ്രദ്ധ. അല്ലെങ്കിൽ അത് ആ സീൻ തീരുന്നത്, ഒരു ഷോട്ട് തുടങ്ങും അത് തീരുന്നത് വരെയുള്ള ഒരു ശ്രദ്ധയും ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ഒരു കോൺസെൻട്രേഷനും കാര്യങ്ങളുമാണ്. പക്ഷെ ബിസിനസ് അതല്ല, 24/7 നമ്മുടെ ശ്രദ്ധയും കണ്ണും മനസ്സും ഉണ്ടാവണം. അപ്പം കുറച്ചുകൂടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയ ഒരു മേഖലയാണ്, അതിലേക്കാണ് കടന്നിരിക്കുന്നത്. നന്നായിട്ട് അറിയാം. അപ്പം ഞാനതിങ്ങനെ ചുവട് വെച്ച് നോക്കുന്നു. എന്താണ് നെക്സ്റ്റ് പ്രൊജക്ട്സ്?
പ്രോജക്ട്സ് ഇപ്പം ഇതിൻ്റെ ഒന്ന് ശ്വാസം നേരെ വിട്ടിട്ട് ഇപ്പം അതിനെ ഒന്നും ആലോചിക്കുന്നില്ല. അത് ഇപ്പം നെക്സ്റ്റ് ചെയ്യുമ്പോൾ ജൂലൈ 19 റിലീസ് ചെയ്യുന്ന പടത്തിൻ്റെ കാര്യങ്ങളാണ്. പിന്നെ കുറേ ഒരു ബുക്ക് റിലീസ് ആവാനുണ്ട് DC ബുക്സിന് വേണ്ടിയിട്ട്. അത് കുറച്ച് പകുതി എഴുതി വെച്ചിരിക്കുന്നു. ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ സ്ക്രിപ്റ്റ് പകുതി എഴുതി വെച്ചിരിക്കുന്നു. പകുതി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. അതിന് ഒരു ലാസ്റ്റ് പോളിഷിംഗ് വർക്ക്സ് ഉണ്ട്. തമിഴല്ല, മലയാളം മൂവിയല്ല. അതൊരു ചിലപ്പോൾ ഒരു സീരീസ് ആയിട്ടായിരിക്കും വരിക. അതൊന്നും തീരുമാനമായിട്ടില്ല. അതൊക്കെ ഇങ്ങനെ പിന്നാലെ ഉണ്ട്. 1-2 പ്രോജക്ട്സിൻ്റെ ഡിസ്കഷൻ ഉണ്ട്. അത് ഒരെണ്ണം ഫൈനൽ ആയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ യൂട്യൂബ് ചാനൽ അങ്ങനെ എല്ലാം കൂടെ അതെനിക്കറിയാം. അങ്ങനെയൊക്കെ ഉണ്ടോ? അതിപ്പോൾ എന്താ, കല്യാണം കഴിച്ചു, ഒരു കുട്ടി ഉണ്ടായി, കുട്ടിക്ക് ഉണ്ടായാവോ, എത്ര വയസ്സായി ഇപ്പോൾ അങ്ങനെയില്ല. നമ്മളിപ്പം ഈ മേഖലയല്ലേ, ഞാനൊരു ആക്ട്രസ് ആണ്. അപ്പം എന്തായാലും നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇപ്പം എനിക്ക് തോന്നുന്നു സിനിമാ മേഖലയിൽ നിന്നല്ല, എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ്, എല്ലാവരും ബോഡി കോൺഷ്യസ് ആണ്. അതുകൊണ്ടാണ് ഇപ്പം ഇതുപോലെയൊക്കെ എനിക്ക് തുടങ്ങാനുള്ള ഒരു ധൈര്യം എന്ന് പറയുന്നത്. പണ്ടൊക്കെ കുറച്ചൊരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് അല്ലെങ്കിൽ കുറച്ച് ഒരു എലൈറ്റ് ക്ലാസ് എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറിയിലൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യുന്നത് ഇന്നിപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്. അതായത് എല്ലാവരും നന്നായി വെൽ ഗ്രൂംഡ് ആയിട്ട് സെൽഫ് കെയർ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത് സ്ത്രീകൾ. ഇപ്പം എൻ്റെ അമ്മയൊന്നും ഒട്ടും ഇപ്പം നമ്മൾ പറയില്ലേ കുട്ടിക്കുറ പൗഡർ ഇട്ട് പുറത്ത് പോകുന്ന ഒരു ജനറേഷൻ കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ എല്ലാവരും സ്കിൻ കെയറിനാണെങ്കിലും സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ യങ് ആയിട്ട് നിൽക്കുന്നു. അതായിരിക്കും. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇത്ര നേരം ഇവിടെ വന്ന് നിന്നതിന്, ഇത്ര നേരം സ്പെൻഡ് ചെയ്തതിന് താങ്ക്സ് കേട്ടോ.